ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കട്ട്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് ജമ്മുവിലെ ഡോഗ്ര ആർട്ട് മ്യൂസിയം കാണാം. ഇവിടെ എൻട്രി ഫീസ് 10 റുപ്പീസും ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ 235 റുപ്പീസുമാണ്. അതുപോലെ തന്നെ 9:30 to 4:30 വരെയുള്ളൂ എൻട്രി. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഡോഗ്ര ആർട്ട് മ്യൂസിയം. അതുപോലെ തന്നെ നേരത്തെ ഇത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ അത് മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് ഏഴാമൻ 1875 വെയിൽസ് രാജകുമാരനുമായി ജമ്മുവിൽ വന്നപ്പോൾ അദ്ദേഹം സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ കെട്ടിടം പണിതത്. ഇപ്പോൾ ഇത് ആർക്കിയോളജി വിഭാഗം പുതുക്കി പണിയതുകൊണ്ട് എല്ലായിടവും ഒന്നും കാണാൻ നമുക്ക് പറ്റിയില്ല, കുറച്ച് ഭാഗങ്ങളെ കാണാൻ പറ്റിയുള്ളൂ. ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഴയ ഗ്രന്ഥങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും ഒക്കെയാണ്. അത് എഴുതിയേക്കുന്നത് മഹാഭാരതം ദേവനാഗരി ലിപിയിലാണ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം 17th സെഞ്ച്വറിയിലാണ് ഉള്ള വിഷ്ണു സഹസ്രനാമം ഉണ്ട് ഇവിടെ. അതെല്ലാം ദേവനാഗരി ലിപിയിലാണ് എഴുതിയേക്കുന്നത്. പിന്നെ രാമായണം അത് പേർഷ്യൻ ലിപിയിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തേക്കുന്നത് ഷാജഹാൻ ചക്രവർത്തിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കോയിൻസ്, പഴയ കോയിൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശരിക്കും ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. അത് കാരണത്താൽ ഫുൾ കാണാൻ പറ്റിയില്ല. പിന്നെ അതുമാത്രമല്ല, അന്വേഷണം നടക്കുന്നത് കൊണ്ട് എല്ലാവരും ഒന്നും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ആർട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റും. പഴയ പിക്ചറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് അവിടുത്തെ ലേഡീസ് ഉപയോഗിച്ചിരുന്ന പഴയ ആഭരണങ്ങളൊക്കെയാണ്. ഗ്രാമത്തിലുള്ളവരെല്ലാം യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങൾ. ഡോറുകളെല്ലാം മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പഹാരി പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ബെസഹോളി പെയിൻറ്റിങ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ് പോലെ തന്നെയാണ്. ഇലകൾ അരച്ചിട്ടാണ് ഇതിൻ്റെ കളറുകളെല്ലാം യോജിക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഗോൾഡല്ല, ഒറിജിനൽ ഗോൾഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡർ എപ്പോഴും റെഡ് കളർ ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബോർഡറുകളെല്ലാം ബ്ലാക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതിൻ്റെ ബോർഡറുകളെല്ലാം റെഡ് കളറുകളാണ്.
രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഈ തോക്കുകൾ, കിരങ്കികൾ, അതുപോലെ തന്നെ പറച്ചട്ട, അങ്ങനെയെല്ലാം. പിന്നെ ഷാജഹാൻ്റെ ബെൽറ്റ്, അത് പേർഷ്യൻ ഭാഷയിലാണ് എല്ലാം കൊത്തി വെച്ചേക്കുന്നത്. ഇനിയും നമുക്ക് കുറേ കാണാനുണ്ട്. അവർ പറഞ്ഞത് 1 അവറോളം കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് ഷാജഹാൻ്റെ ബെൽറ്റ്. അത് ഫുള്ള് പേർഷ്യൻ ഭാഷയിൽ കൊത്തി വെച്ചേക്കുന്നതാണ്. बताने की कोशिश की है कि हम इनको कैसे बता सकते हैं कि कर सकते हैं। हमारा मेन मतलब यही रहता है पेंटिंग्स को बताना। उनके भाई जो हीरा सिंह जी, ये शेर सिंह जी, लेकिन जो मेन रहे थे वो रणवीर सिंह जी रहे थे। रंजीत सिंह जी के बाद रणवीर सिंह जी, ये उनके भाई थे, लेकिन उन्होंने रूल नहीं किया था। इनको राम नगर को रिप्रेजेंट कर लीजिए। फिर सबसे पहले रंजीत सिंह जी का थोड़ा बेसिकली स्टार्ट होता है फाउंडर ऑफ जे। रणवीर सिंह जी के बाद आगे प्रताप सिंह हरि सिंह जी लास्ट। അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കാം.